പ്രവാസികളാണോ നിങ്ങൾ? പ്രവാസികളായി നാട്ടിലുള്ള ആളുകളും പ്രവാസിയായി ജോലി ചെയ്യുന്ന ആളുകളും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നോർക്കയുടെ ഒരു അദാലത്ത് ഇപ്പം ജില്ലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ അദാലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രവാസി സംബന്ധമായിട്ടുള്ള ഈ നോർക്കയുടെ ഒരുപാട് സ്കീമുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വെൽഫെയർ സ്കീമുകൾ, പെൻഷൻ പദ്ധതികൾ, പിന്നെ അതുപോലെ തന്നെ നോർക്കയുടെ തന്നെ നമ്മുടെ ഈ നോർക്ക റൂട്ട്സിൻ്റെ ഒരു കാർഡുണ്ട്, പ്രവാസി കാർഡ്. അപ്പോൾ ഇതെല്ലാം ചോദിച്ച് നമ്മുടെ സെൻറ്ററിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്നതിലുപരി ഈ വർഷങ്ങളായി മുടങ്ങിക്കിടക്കിയിരിക്കുന്ന കാർഡുകളുണ്ട്, ഈ അംശാദായം അടയ്ക്കാത്ത കാർഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ട്രിവാൻഡ്രം ഓഫീസിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അവിടെ പോകാതെ തന്നെ നമുക്ക് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച് ഒരു അദാലത്ത് ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പം അടുത്തിടെ നമ്മുടെ, അതായത് ഇന്ന് 17 സെപ്റ്റംബർ ഇന്ന് നമ്മുടെ കോഴഞ്ചേരി മാരാമണ്ണ് റിട്രീറ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു അദാലത്തുണ്ട്. അപ്പോൾ ആ അദാലത്തിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കുക, ഈ പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്ന ആളുകളും പ്രവാസികൾ തന്നെയാണ്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ സ്കീമുകളിലൊക്കെ അംഗമാകാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ നോർക്ക റൂട്ട്സിൽ തന്നെ, ഇപ്പോൾ നോർക്ക കെയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഇൻഷുറൻസ് പദ്ധതികളും മറ്റുമുണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാനും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടണമെങ്കിലും ഈ പറഞ്ഞ അദാലത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ സെൻറ്ററിൽ ഡെയിലി ആളുകൾ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ നോർക്ക റൂട്ട്സിൻ്റെ കാര്യങ്ങളും അതുപോലെ ഈ നോർക്കയുടെ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ പറഞ്ഞ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവരുടെ ടോൾ ഫ്രീ നമ്പറും മറ്റുമുണ്ട്. പക്ഷെ അതിലൊക്കെ വിളിച്ചാൽ ഭയങ്കര പാടാണ് കിട്ടാൻ. അപ്പോൾ ഈ അദാലത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ നോർക്കയുടെ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡുകൾ കാണിക്കാം, ഇതുപോലെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവരോട് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഈ അദാലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഈ അദാലത്തിൽ പങ്കെടുക്കണം. പ്രവാസികളായിട്ടുള്ള എല്ലാ ആളുകളും ഈ അദാലത്തിൽ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് എത്തിച്ചതിന് ശേഷം അവരെ ഈ അദാലത്തിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. കാരണം വെച്ചാൽ അക്ഷയ ആയിക്കോട്ടെ, കോമൺ സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ, നമുക്ക് ഈ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും മറ്റുള്ളതും വെച്ചിട്ടാണ് നമ്മൾ ആളുകളിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഇതിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് അദാലത്തിൽ പങ്കെടുക്കുകയാണ്. ഒരുപാട് ആൾക്കാരുടെ ഇപ്പോൾ 3 വർഷം 4 വർഷമൊക്കെ അടച്ചിട്ട് മുടങ്ങിക്കിടക്കുന്ന കാർഡുകളുണ്ട്. അതോടൊപ്പം തന്നെ പുതിയത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ചില രേഖകളുടെ വ്യത്യാസത്തിൽ ചിലപ്പോൾ അവർക്ക് ആ ആനുകൂല്യം കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ അദാലത്ത് പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത് അവർക്ക് ഇതിനകത്ത് അംഗമാകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട വിവരങ്ങൾ കമൻ്റായി തന്നെ രേഖപ്പെടുത്തുക താഴെ. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.